ചാനൽ. എൻ്റെ പേര് ഹിമ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണല്ലേ. ഈ മഴക്കാലത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഡാമേജ് ആയിപ്പോൾ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനിതിൽ പ്രൊഡക്ട്സ് ഒന്നും പരിചയപ്പെടുത്തുന്നില്ല, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ ഒട്ടും വൈകിക്കാതെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് അവോയ്ഡ് ഹെവി ഓയിൽസ്. ഹെവി ഓയിൽസ് ഒക്കെ നമ്മൾ ഫേസിൽ നമ്മുടെ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് നാളത്തേക്ക്, ഈ മഴക്കാലം തീരുന്നത് വരെ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഈ ഹെവി ഓയിൽസ് നമ്മുടെ സ്കിന്നിൽ പോസ് കൂടാനും ആക്നി കൂടാനും ഒക്കെ കാരണമാവുന്നുണ്ട് കേട്ടോ. മാക്സിമം ഈ ഹെവി ഓയിൽസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കോക്കനട്ട് ഓയിലൊക്കെ നമ്മുടെ സ്കിന്നിന് ബെസ്റ്റ് ആണെങ്കിലും ഈ മൺസൂൺ സമയത്ത് കോക്കനട്ട് ഓയിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഈ ഹെവി ഓയിൽ ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആക്നെയും പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിന് പകരം നമുക്ക് ലൈറ്റ് വെയ്റ്റ് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ കാര്യമാണ്, നമ്മുടെ ഈ മഴക്കാലത്ത് മിതമായിട്ടുള്ള എക്സ്ഫോലിയേഷൻ ആട്ടോ നമുക്ക് ആവശ്യം. ഈ ഹെവി ആയിട്ടുള്ള എക്സ്ഫോലിയേറ്റഡ് സ്ക്രബൊന്നും നമുക്ക് ഫേസിന് ആവശ്യമില്ല. ഈ ഫേസ് വാഷിലൊക്കെ ഗ്രാനുൾസ് ഒക്കെ ഉള്ള ഫേസ് വാഷുകളൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യാനോ അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യാനൊന്നും നിൽക്കേ വേണ്ട കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ ആ ടൈമിൽ നല്ല സെൻസിറ്റീവ് ആയിരിക്കുള്ളൂ. ഈ സ്ക്രബും കൂടെ വരുമ്പോൾ നല്ല പോലെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും കേട്ടോ. മൈൽഡ് ഏച്ചുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി തേർഡ് വൺ ആണ്, ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന പ്രൊഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. ആൽക്കഹോൾ ബേസ്ഡ് ആയിട്ടുള്ള ടോണേഴ്സ്, ക്ലെൻസേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം കേട്ടോ. ഇത് താൽക്കാലികമായിട്ട് ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് തരും, പക്ഷെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല പോലെ ഇറിറ്റേറ്റ് ആവും കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ തരും, പക്ഷേ നമ്മുടെ സ്കിൻ നല്ലപോലെ ഇറിറ്റേറ്റ് ആവാനും പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിലൊക്കെ കളയാനും ഇത് വലിയൊരു കാരണമാവും കേട്ടോ. പകരം നിങ്ങൾക്ക് ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ടോണേഴ്സ്, ഈ ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സൊക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തി അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത്, ഏതെങ്കിലും സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. ഇനി ഫോർത്ത് വൺ ആണ്, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യണം. അത് മഴക്കാലത്ത് തന്നെയല്ല, എല്ലാ സമയത്താണെങ്കിലും ഈ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ സ്കിന്നിന് നല്ലത് കേട്ടോ. അതൊക്കെ നമ്മുടെ പലപ്പോഴും സ്കിന്നിന് അലർജി ഉണ്ടാക്കാനും റാഷസ് ഒക്കെ വരാനായിട്ടും കാരണമാവുന്നുണ്ട്. മഴക്കാലം ആകുമ്പോൾ അത് കൂടുതൽ നമ്മുടെ സ്കിന്നിൽ എഫക്റ്റ് ചെയ്യും. അതാണ് ഈ മഴക്കാലത്ത് ശരിക്കും അവോയ്ഡ് ചെയ്യണമെന്ന് പറയണത്. അതുകൊണ്ട് നമ്മൾ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളതും സെൻസിറ്റീവ് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അഞ്ചാമത്തെ കാര്യമാണ്, നമ്മൾ എപ്പോഴും മുഖം ക്ലെൻസ് ചെയ്യില്ലേ, അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. ശരിയാണ്, മഴക്കാലം ആകുമ്പോൾ ചിലർക്ക് സ്കിന്നൊക്കെ നല്ലപോലെ ഓയിലി ആവും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷെ നമ്മുടെ സ്കിന്നിനെ അത് കൂടുതൽ ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ തന്നെ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം പിന്നെ പറയണ്ടല്ലോ, കൂടുതൽ ആക്നെയും കാര്യങ്ങളൊക്കെ വീണ്ടും വരും. മാക്സിമം ഈ മഴക്കാലത്ത് 2 പ്രാവശ്യമൊക്കെ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് കഴുകിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് എല്ലാവർക്കും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറും അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിനെ അധികം ക്ലോഗ് ആകാതെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ മഴക്കാലത്ത് ഒഴിവാക്കേണ്ട എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പായെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ഗ്ലോയിങ് ആൻഡ് ടേക്ക് കെയർ. ബൈ.